നമസ്കാരം. അപ്പോൾ ദേവരാജിന് പ്രേക്ഷകരോട് എന്തോ പറയാനുണ്ട്, കാരണം നല്ലൊരു കലാകാരനാണ്. അപ്പോൾ ഇദ്ദേഹം വന്ന വഴിയെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും അല്ലേ ഒന്ന് പറയാം. ഞാൻ പറയാം. ചേട്ടാ, ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പാടുന്നത്. 10ൽ പഠിക്കുമ്പോൾ അങ്ങനെ പാടി. പിന്നെ അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കല്യാണ പരിപാടികൾ ഒക്കെ പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സ്റ്റേജ് പരിപാടികളൊക്കെ വന്നു. അങ്ങനെ കുറേ പിന്നെ ചേട്ടനെ പരിചയപ്പെടില്ല. കുറച്ച് നാൾക്ക് മുമ്പ് ചേട്ടൻ ഒരു പരിപാടിയിൽ വന്നപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റായിട്ടായിരുന്നു ഞാൻ പരിചയപ്പെട്ടാണ് ചേട്ടനെ. അന്നോടെ ഇപ്പോഴും നല്ല ബന്ധമാണ്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പാടാനായിട്ട് പോയപ്പോൾ വീടിൻ്റെ അടുത്തൊരു ഷിജു എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ശരി. എന്നെ ആദ്യമായി സ്റ്റേജിൽ കയറ്റി പാടാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്ത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട്. പിന്നെ മൈക്കിൾ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ഫെഡറൽ ബാങ്കിലെ. പുള്ളിയുടെ സപ്പോർട്ടിനാണ് നമ്മൾ ഇത്ര കൂടം വരെ എത്തിയത്. ഒരുപാട് ഉണ്ട്. പിന്നെ പാട്ടുകാരും ഒരുപാട് ആൾക്കാരുണ്ട്. ജ്യോതിഷേട്ടൻ, ബിജുചേട്ടൻ, പിന്നെ അൻവർക്ക, മൻസൂർക്ക, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക്. അങ്ങനെ പോകുന്നു. പിന്നെ ലുലുവിലാണ് എനിക്ക് ജോലി. ലുലുവില് കണക്റ്റിലാണ്. സിനിമയിൽ പാടാനാണ് ലക്ഷ്യം അല്ലേ? അതെ. ലുലുവിലാണ് എനിക്ക് ജോലി. കണക്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നോക്കിയയുടെ മാനേജർ അജാസക്ക, പുള്ളിയാണെങ്കിൽ ജോലി വന്നത്. പിന്നെ ശ്രീത് സാറ്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. കേട്ടോ എല്ലാവരോടും സ്നേഹവും നന്ദിയും കടപ്പാടും ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്ലോറിലുള്ള എൻ്റെ കൂട്ടുകാർ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഷാറുഖ, പിന്നെ മനുഷ്യേട്ടൻ, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ, പിന്നെ മുരളി, വിഷ്ണു, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ സുജിത്ത്, നമ്മുടെ ഇവിടെയുള്ള വിധോലുള്ള സുജിത്ത്. പിന്നെ എനിക്ക് ഇപ്പോൾ 2 മാനേജേഴ്സ് വന്നിട്ടുണ്ട്. അവർ സപ്പോർട്ടാണ് എന്നോട്. ഈ നമ്മുടെ ഇപ്പം എനിക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, 2 ഇൻ്റർവ്യൂ ഉണ്ട്. ഇന്ന് വേറൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഒരെണ്ണം ചേട്ടൻ്റെ അടുത്തായിരുന്നു. അടുത്തന്നെ എന്തായാലും അഡ്വാൻസ് ആശംസ, കാരണം ഒരുപാട് സമയമായി, കാരണം അതിലേക്ക് പോകാനുള്ള ധൃതിയിലാണ്. എനിക്ക് ഇന്റർവ്യൂക്ക് ലീവൊക്കെ തന്ന ഒരു സാറന്മാരുണ്ട്, അജീഷ് സാർ. എല്ലാവർക്കും നന്ദി. ഇവരുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം, കാരണം അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ്. ഇനിയും നല്ല അവസരങ്ങൾ വരട്ടെ, പ്രാർത്ഥിക്കാം. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഒരു മാനേജർ ഉണ്ട്, പുള്ളിയും നല്ല സപ്പോർട്ടാണ്. ശരി. പിന്നെ സൂപ്പർവൈസർ സനൽ. ശരി. എല്ലാവരും നല്ല എന്നോട് ഭയങ്കര സപ്പോർട്ടാണല്ലോ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ വിജയിച്ചു വാ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നല്ല പാട്ട്, ഒരു വരി പാട്ടങ്ങ് പാടി നിർത്തിക്കും. ഏതെങ്കിലും 2 വരി പാട്ട് ഏതെങ്കിലും പാടിക്കോ, ഇഷ്ടമുള്ള പാടിക്കോ, ഏതെങ്കിലും. തും പാസ് ആയേ യൂ മുസ്കുരായേ തുംനെ ന ജാനെ ക്യാ സപ്നെ ദിഖാ ഹൈ. തും പാസ് ആയേ യൂ മുസ്കുരായേ തുംനെ ന ജാനെ ക്യാ सपने दिखाए. अब तो मेरा दिल जागे न सोता है, क्या करूं भाई, कुछ कुछ होता है, क्या करूं भाई, कुछ